ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ചോറിനും ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബിണ്ടി ഭുജിയ ഉണ്ടാക്കാം. ബിണ്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. നമ്മൾ ഇന്ന് ഈ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഷെഫ് കാർത്തിക്കിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വെണ്ടയ്ക്ക നടു കീറിയിട്ട് ഒരു 4 പൊളിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. കുറച്ചും കൂടെ നീളം കുറയ്ക്കണമെങ്കിൽ നടു ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ട് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2-3 വറ്റൽ മുളകും കൂടെ ചേർക്കാം. ഇനി ഈ മുളക് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളകൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് പച്ചമുളകിന്റെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർക്കാം. ആ വീഡിയോയിൽ ഷെഫ് കടുകെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് കടുകെണ്ണയുടെ ആ ഒരു സ്മെല്ല് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ നല്ലെണ്ണ എടുത്തു എന്ന് മാത്രം. ഇനി കടുകെണ്ണയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. ആ വീഡിയോയിൽ ഷെഫ് ചെയ്തിട്ടുള്ള എക്സാക്റ്റ് അതുപോലെയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഇവിടെ ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർക്കാം. ഇതിൽ പൊടികളായിട്ട് നമ്മൾ ഇത്ര മാത്രമേ ചേർക്കണുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആ വീഡിയോയിൽ ഷെഫ് ജീരകം ആദ്യം തന്നെ എണ്ണയിലിട്ട് പൊട്ടിച്ചിട്ടാണ് അതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കണത്. എനിക്ക് ഈ ജീരകം മുഴുവനായിട്ട് അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ പൊടി ചേർത്തു എന്ന് മാത്രം. ഇപ്പൊ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആ മസാലയൊക്കെ വെണ്ടയ്ക്കയുടെ എല്ലാ ഭാഗത്തും ആവണം. എന്നിട്ട് ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറിയിട്ട് വെണ്ടയ്ക്ക് നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. വെണ്ടയ്ക്കൊന്ന് നന്നായി കുക്കായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുണ്ടാക്കുമ്പോൾ കുറച്ചധികം സമയം എടുക്കുക. ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പല ആൾക്കാരും ഇതിൻ്റെ ഈ വഴുവഴുപ്പ് കാരണം ഈ വെണ്ടയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിളിൽ ഒന്നാണ് ഈ വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക എങ്ങനെ കിട്ടിയാലും കഴിക്കും. ഇപ്പം നമ്മളുടെ വെണ്ടയ്ക്ക ഇവിടെ ഏകദേശം വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്നും മാറിക്കിട്ടും. ഇത് ഏകദേശം നമ്മളുടെ വെണ്ടയ്ക്ക ഉപ്പേരിയൊക്കെ പോലെ തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പം നമ്മളുടെ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറിയിട്ട് ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളുടെ ബിണ്ടി ഭുജിയ അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.